ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ ഇന്ന് നമ്മളൊരു ചെറിയൊരു ഫംഗ്ഷന് പോവാണ് കേട്ടോ. കൊച്ചിൻ്റെ 56 കേട്ടോ. ആ ഒരു ചെറിയൊരു ഫംഗ്ഷന് വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അപ്പുറത്തുനിന്ന് അനിയനും അനിയത്തിയും അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒപ്പാണ് പോകുന്നത്. അപ്പോൾ ദേ എൻ്റെ ഒരു കോസ്റ്റ്യൂം ഉണ്ടല്ലോ, അത് അടിപൊളി ഒരു ചുരിദാറാണ് കേട്ടോ. ചുരിദാർ സെറ്റാണ്. അപ്പോൾ ദേ ഈ ഒരു ചുരിദാർ സെറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. പാൻറ്, ഷോള്, ടോപ്പായിട്ട് അടിപൊളി ഒരു ചുരിദാർ സെറ്റാണ് ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇടുമ്പോഴൊക്കെ നല്ല കംഫർട്ടാണ് കേട്ടോ. അപ്പൊ ഇത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ലിങ്ക് വേണ്ട ഒരു കമന്റ് ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ ഇതിന്റെ ലിങ്ക് തരാവുന്നതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും തന്നെ റെഡി ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ചുരിദാർ ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടോ. അപ്പോൾ ഇതേ നേരത്തെ നിങ്ങളുടെ കളറ് ശരിയായിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള കളർ കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതേ പുതിയൊരു ഡ്രസ്സ് ഇട്ട എൻ്റെ പേരിൽ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതേ നമ്മളിപ്പോൾ പോവാണ്. പനിയനും ഭാര്യയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അവർ കടയിൽ വെയിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ നമ്മൾ നേരെ കടയിലോട്ടാണ് പോകുന്നത്. കാക്കനാടുള്ള ബ്രദേഴ്സിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതേ അനിയനും ഭാര്യയൊക്കെ അവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉടുപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കും ഒരു ഉടുപ്പ് എടുക്കണം. അപ്പോൾ അവർ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പേ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളും ഒരു അടിപൊളി ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പൈസ എല്ലാം പേ ചെയ്തതിന് ശേഷം നേരെ അങ്ങോട്ട് എത്തി. ഇതേ അപ്പോഴേക്കും അവിടുത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ കുട്ടിയുടെ കൂടെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഗിഫ്റ്റൊക്കെ കൊടുത്തു. നമ്മുടെ കസിൻ തന്നെയാണ് കേട്ടോ. കസിൻ്റെ കുട്ടിയാണത്. അപ്പോൾ ഇതേ നമ്മൾ കുട്ടിയുടെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കുട്ടീനെ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതേ ഇപ്പോഴും ഒരു ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പിന്നെ പോയത് കഴിക്കാനാണ്. പപ്പടം പഴവും പായസമായിരുന്നു കേട്ടോ. സദ്യയായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് അനിയത്തിയുടെ അമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോണില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തായാലും അതുവരെ വന്നതല്ലേ, അപ്പോൾ നമുക്ക് പോകാമെന്ന് വെച്ചിട്ട് നേരെ അങ്ങോട്ട് വിട്ടു. അവർ ഓൾറെഡി അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ അവിടെ ചെന്ന് അവിടെ കയറി കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു. എന്നിട്ട് ഇതേ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നു.